ബീഹാർ ഇലക്ഷൻ എക്സിറ്റ് പോൾ ആണെങ്കിലും പ്രഡിക്ഷൻ നടത്തിയവരെക്കാളും അപ്പുറത്തുമൊക്കെ പോയി. ഇതിനകത്ത് ബേസിക്കലി കാണാൻ സാധിക്കുന്നത് മോദിയെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ലീഡർ ഉണ്ടായിട്ടില്ല. കാരണം പ്രത്യേകിച്ച് ബീഹാറിലെ കാരണം പൊളിറ്റിക്കൽ സിറ്റുവേഷനും ഇത്രയും വർഷം അവിടെ ഭരിച്ച നിതീഷ് കുമാറിനെതിരെ ഇൻകംബൻസി എന്ന് പറയുന്ന സാധനം ഇല്ലാതായി. അവിടെ കോൺഗ്രസ് റെക്കോർഡ് രീതിയിലാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ചരിത്രപരമായ വിജയമാണ് നിതീഷ് കുമാറും BJPയും അവരുടെ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്നു. അതായത് ലാലുവിന് ശേഷം നിതീഷിൻ്റെ കയ്യിലാണ് ബീഹാർ, പ്രത്യേകിച്ച് BJPയുടെ സപ്പോർട്ടും കൂടെ. ഇതിനെപ്പറ്റി മിഥുനുമായിട്ട് ഒരു ചിറ്റ്ചാറ്റാണ്. ഇതിന് ഈ പറയുന്ന ബീഹാറിൽ ഒരു ലാൻഡ് സ്ലൈഡാണ് വിക്ടറി, ലാൻഡ് സ്ലൈഡ്. അതായത് ചെറിയ വിക്ടറി ഒന്നും അല്ല, കോൺഗ്രസിൻ്റെ ഏറ്റവും വേസ്റ്റ് പെർഫോമൻസ് ആണ് നടന്നിരിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി ഈ സീമാചൻ മറ്റുള്ള 30% മുകളിലുള്ള പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും BJP JDU അവിടെയൊക്കെ വലിയ ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം മുസ്ലിം കമ്മ്യൂണിറ്റി വോട്ട് ചെയ്തു. അതായത് പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ മുസ്ലിം കമ്മ്യൂണിറ്റി കൈവിട്ടു. അതേപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസ് കൈവിട്ടു. പിന്നീട് രാഹുൽ ഗാന്ധി ഇത്രയും നാളും പറഞ്ഞുകൊണ്ട് നടന്ന വോട്ട് ചോരി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായി. അൾട്ടിമേറ്റ്ലി ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. വോട്ടിങ് അതാണ് സംഭവം. ഇലക്ഷൻ കമ്മീഷനാണ് ജയിപ്പിച്ചത്. അത് ബേസിക്കലി ഇത്രയും വലിയ തോൽവി കിട്ടുമെന്ന് അവർക്ക് മനസ്സിലായി. അതിൻ്റെ പേരിൽ ഉണ്ടാക്കുന്നതാണ്. ഇപ്പം എന്താണ് മിഥുന് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? ആദ്യത്തെ കാര്യം മുസ്ലിംസ് വോട്ടിന്റെ കുറവ് കോൺഗ്രസിൽ. ഞാനൊരു കാര്യം പറഞ്ഞത്, 2029 ലോക്സഭ ഇലക്ഷനിൽ വരുമ്പോൾ ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ശക്തിയാകുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും വോട്ട് ചെയ്യാൻ പോകുന്നത് ശ്രീമന്ത് നരേന്ദ്രമോദിക്കും BJPക്കും ആയിരിക്കും. കേരളത്തിൽ ഒഴികെ ഞാൻ പറയാം, വ്യക്തമായിട്ട് പറയാം. ആ മാറ്റം അവര് തന്നെ മാറ്റം കാണുന്നുണ്ട്. ഇന്ത്യ ഈസ് ഇൻ എ പവർ. ഈ രണ്ടാമത് കോൺഗ്രസിന്റെ വോട്ട് വിഹിതം കുറവെന്ന് പറയുന്നത് പാർട്ടി ആയത് ബൂത്ത് ലെവലിൽ ബൂത്തിലിരിക്കാൻ പോലും ഒരാളുകളില്ല അവിടെ. കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ വോട്ട് ചോരി എന്ന് പറയും. 2021 നൂറ്റാണ്ടില് വോട്ട് ചോരി, വോട്ട് പിടുത്തം അല്ലെങ്കിൽ ഇത് പറഞ്ഞിരിക്കുന്നവർ അവർ ചെയ്യേണ്ടെന്ന് പറയുന്നത് ദിൽ ജീത്നാ ചാഹിയേ, ദിൽ ചോരി കർണാ ചാഹിയേ. അതായത് ഹൃദയമാണ് കീഴടക്കേണ്ടത്. വോട്ട് ചോരി കൊണ്ട് ഒരു പക്ഷെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇത് മനസ്സിലാക്കാത്ത കുറെ കിഴങ്ങന്മാരിയിരിക്കുന്ന പാർട്ടി. അതായത് ഇത് പാർട്ടിയല്ല, ഇത് പറയുന്ന ഒരു കൊള്ള സംഘം, ഒരു കൂട്ടം ചെറിയ സംഘങ്ങൾ മാത്രമേ മാറിയിരിക്കുകയാണ്. കേരളത്തിലൊരു സംഘം, പിന്നെ പ്രാദേശിക പാർട്ടിയെ മാറിയിരിക്കുകയാണ്. തലപ്പത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി, നമുക്കറിയാം, അദ്ദേഹം ഒരു വടി പിടിച്ച് മുന്നോട്ട് പോകുന്നു. അതിന് പുറകെ തേജസ്വി യാദവ്. ഡൽഹിയിൽ ക്രിക്കറ്റ് കളിച്ച് നടന്നിരുന്ന തേജസ്വി യാദവിന് എന്തറിയാം രാഷ്ട്രീയം എന്താന്ന്? അവർ കുറച്ചുകൂടി പഠിക്കട്ടെ, അച്ഛൻ്റെ എന്ന് പഠിക്കട്ടെ. ആദ്യം കുടുംബത്തിന് സംജോതം ഉണ്ടാക്കട്ടെ, എന്നിട്ട് അവിടെ നാട് സംരക്ഷിക്കുക. ഞാൻ കുറ്റം പറയുകയല്ല, ബോഡി ഷേമിങ് നടത്തുകയല്ല പറയുന്നത്. എന്ന് പറയുന്നത് സാറേ മസ്ബൂത് ഹോന ചെയ്യും, പ്രതിപക്ഷം വേണം. ഞാൻ അമേരിക്കയിൽ സംസാരിക്കുന്നു. അമേരിക്കയിലെ നമ്മുടെ മൈ ഇലക്ഷൻ ആയിരുന്നു കഴിഞ്ഞ മാസം. ഡെമോക്രാറ്റ് പാർട്ടി, പ്രതിപക്ഷ പാർട്ടി നല്ലൊരു വിജയം കരസ്ഥമാക്കി. രണ്ട് പാർട്ടികളും പ്രതിപക്ഷവും പക്ഷം ഒരേപോലെ മുന്നേറിയ മാത്രമേ ലോകം അല്ലെങ്കിൽ രാജ്യം മുന്നേറുകയുള്ളൂ. മോദി ചെയ്യുന്ന എല്ലാ കാര്യവും അംഗീകരിക്കുകയല്ല പറയുന്നത്. പക്ഷേ ഇന്ത്യക്ക് നല്ലൊരു ശക്തമായിട്ട് പ്രതിപക്ഷം വേണം. അതിന് പറ്റുന്ന ഒരു അവസരമല്ല കോൺഗ്രസ് ഉള്ള രാഹുൽ ഗാന്ധി അതിന് പറ്റിയ നേതാവല്ല. ഇതിങ്ങനെയായിരിക്കും, ലാൻഡ് സ്ലൈഡ് വിക്ടറി ആയിരിക്കും. ഹിമാചലിലെയും മഹാരാഷ്ട്രയിലെയും ബീഹാറിലെയും ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന വളരെ നല്ലൊരു സന്ദേശമാണ്. മസ്ബൂത്ത് സർക്കാർ 2029 വരെ ഇനി മോഡിക്ക് ഭരിക്കാം, സുസ്ഥിരമായിട്ട് ഭരിക്കാം. അല്ല, ഇത് ഞാൻ കാണുന്നൊരു സംഭവം, ഓപ്പറേഷൻ സിന്ദൂർ പൊളിറ്റിക്കലി സക്സസ് ആയി, പക്ഷെ ഡിപ്ലോമാറ്റിക്കലി ഡിസാസ്റ്റർ ആയി. അതെ, അതാണ് എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്. ഡിപ്ലോമാറ്റിക്കലി ഡിസാസ്റ്റർ ആയി, പക്ഷെ അത് പൊളിറ്റിക്കലി ഇന്ത്യയിൽ ഇത് സക്സസ് ആയി. അതാണ് ബീഹാർ ഇലക്ഷൻ ഞാൻ കാണുന്ന ഒരു സത്യം. ഇതിലെ ഇപ്പോഴും ബീഹാറിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ സാരെന്ന് പറയുന്നത് ഇന്നും 9ാം ക്ലാസ്സുകാരനാണ് ബീഹാർ ഇതുവരെ ഭരിച്ചുവിട്ടത്, 9th ഫെയിൽ. ഓക്കെ, ഇന്ന് ഇന്ത്യയിൽ നമുക്കറിയാൻ സാധിക്കും ഏത് പബ്ലിക് എക്സാം എടുത്താൽ ഇന്നും അവിടെ കോപ്പിയടിയാണ് അല്ലെ. പലരും പോയി UPSC ആയാലും എന്താ എക്സാംസ്. ബീഹാർ അവസ്ഥ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. സാറും ട്രാവൽ ചെയ്താൽ, ഞാൻ ട്രാവൽ ചെയ്താൽ ബീഹാർ, ഒറീസ
ഈ സംസ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നം. അവർക്ക് പലർക്കും ഓപ്പറേഷൻ സിന്ദൂരം എന്ന് അറിയ പോലും ഇല്ല. അപ്പൊ ബീഹാറിലെ ഗാവിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓപ്പറേഷൻ സിന്ദൂര്. ഞാൻ കഴിഞ്ഞ ഒരു മാധവ് ന്യൂസ് കാണുമ്പോൾ ഒരു ഡോക്ടർ അവിടെ അയാൾ സ്കൂളിൽ പോലും പോയിട്ടില്ല, അയാൾ ഡോക്ടർ എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ചികിത്സ ഇറങ്ങുന്നു, ജനങ്ങൾ വരി നിൽക്കുന്നു. അതാണ് ബീഹാർ. അവിടെ ഒന്നും വില പോകില്ല. അവിടെ വില പോകുമെന്ന് പറയുന്നത് ഗ്യാരണ്ടികളും, മോഡി ഗ്യാരണ്ടി, ഡബിൾ എഞ്ചിൻ, ഇതേ അവിടെ വില പോകുള്ളൂ. അത് മാത്രമേ അവിടെ വില പോകുള്ളൂ. അല്ല, ഇതിനകത്ത് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നത്, ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, അതായത് ഇന്ത്യയുടെ ഈ 18 മുതൽ 35 വയസ്സ് വരെയുള്ള ഒരു ജനറേഷൻ ഉണ്ട്. ഇവരൊന്നും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നില്ല. അവർക്കെല്ലാം താല്പര്യം ഈ പറയുന്ന ഡൈനാസ്റ്റി, അതിനോടൊന്നും താല്പര്യമൊന്നുമില്ല. അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഈ പറയുന്ന ഒരു ഫാമിലിയുടെ അല്ല, ഒരു ചായക്കടക്കാരൻ്റെയാണ്, ഒരു ചുമട്ടുതൊഴിലാളിയുടെയാണ്, ഒരു സൈക്കിൾ ഓടിക്കുന്നവൻ്റെയാണ്. ഈ രീതിയിലോട്ട് വന്നത് ഇന്നും ഈ കോൺഗ്രസ് പാർട്ടിക്ക് പിടികിട്ടിയില്ലെന്നാണ് എൻ്റെ ഒരു അസംഷൻ. വിശാലമായിട്ടുള്ള ഇന്ത്യ, അപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ആർക്കും കയറി വരാം. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റ് അടുത്ത വേൾഡ് കപ്പ് വാങ്ങിച്ചിട്ടുള്ള, ഞാൻ ഒരു സമയത്ത് ജയ്ഷായ്ക്കെതിരായിരുന്നു. ഞാൻ പലരോടും പറഞ്ഞു ജയ്ഷായ്ക്ക് എന്താണ് BCCIക്കാർ. പക്ഷെ ഒരു കാര്യം സാർ മനസ്സിലാക്കണം, അതായത് വുമൻസ് ക്രിക്കറ്റ് ടീം വേൾഡ് കപ്പ് വാങ്ങിച്ചപ്പോൾ അതിന്റെ ക്യാപ്റ്റൻ പോയി വണങ്ങുന്നത് ജയ്ഷാണ്. കാരണം എന്താ അറിയോ, അദ്ദേഹം എന്ന് പറയുന്ന അവൻ വുമൻസിനും ക്രിക്കറ്റ് ടീമിനും ഉള്ള തുക വീതിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ആണായാലും പെണ്ണായാലും ഒരേ തുക. അതായത് നമ്മളിപ്പോ ഇത് പറയുന്നത് ഒരു മാറ്റം, ജനങ്ങൾ എന്ന് പറയുന്നത് യുവതലമുറയിലെ ഒരു മാറ്റം, ഒരു ഇൻഫ്ലുവൻസ്, എല്ലാം വിശാലമായിട്ട് ഇന്ത്യ ആ ഒരു ചിന്താഗതിയുമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ഇപ്പൊ 85% ഹിന്ദുസ് ആയിട്ട് പോലും ഇന്ത്യ എപ്പോഴും മാനേതരത്വം. ഇന്ന് ഞാൻ ക്രിസ്ത്യാനി ആയിട്ടുള്ള എനിക്ക് ഇന്ത്യയിൽ എവിടെ പോകാം. ഞാൻ പറഞ്ഞു വരുന്ന പല പോയിന്റുകളും പറഞ്ഞു വരുന്നത് ഇതാണ് ജനങ്ങൾ ചിന്തിക്കുന്നു പറയുന്നത്. ജനങ്ങൾ ഡിപ്പെൻഡൻസി, അതായത് വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ നരേന്ദ്രമോദിക്ക് പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസം ഇന്ന് ജെൻസിയുടെ ഭാഗത്തുണ്ട്, ഈ മെട്രോസിനുണ്ട്. അത് തകർക്കാൻ കോൺഗ്രസിന് അടുത്തൊന്നും സാധിക്കും. അത് ബേസിക്കലി ഇന്ത്യൻ വില്ലേജുകളിലോട്ടും പോയി. അതാണ് കാരണം. നമ്മൾ അർബനും ചെറുപ്പക്കാരും അല്ലാതെ ഇന്ത്യൻ വില്ലേജുകൾ, ഇന്ത്യൻ വില്ലേജുകൾ എന്ന് പറഞ്ഞാൽ വലിയ അറിവും ജ്ഞാനവും ഒന്നുമില്ല, കൃഷിക്കാരായിട്ട് ജീവിക്കുന്നവരാണ്. അങ്ങോട്ടും ഈ മോദിയുടെ ഈ പറയുന്ന കരിഷ്മ പെനട്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ബീഹാറിൽ നിന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ലാൻഡ് സ്ലൈഡ് വിക്ടറി. ഒന്നാമത് ബീഹാർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാക്ക്വേർഡ് കാസ്റ്റ് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ അത്രമാത്രം അവിടെ കോൺഗ്രസും RJDയും ഇവർ നിലം പരിശ എന്ന് പറയുമ്പോൾ, പൂർണ്ണമായിട്ട് റെക്കോർഡ് രീതിയിൽ അവർ തോൽക്കുന്നു എന്ന് പറയുമ്പോൾ, മോദിയെ ചലഞ്ച് ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റത്തില്ല. അതിന് ചലഞ്ച് ചെയ്യാൻ മുന്നോട്ട് പോകുന്ന സാറിനെ ചോദിക്കട്ടെ, നമുക്ക് രാഹുൽ ഗാന്ധി എന്താണ് മുന്നോട്ട് ചലഞ്ച് ചെയ്യാന്ന് പറയുന്നത്? മോഡി എന്നുള്ള വ്യക്തി, മോഡി അജയനൊന്നും പറയുന്നില്ല, മോഡിയെ തകർക്കാൻ പറ്റും, അജയനൊന്നും അല്ല രാഷ്ട്രീയത്തിൽ. അങ്ങനെ പെർമനന്റ് ആയിട്ടൊന്നുമില്ല രാഷ്ട്രീയത്തിൽ. മോഡിയെ ചലഞ്ച് ചെയ്യാൻ രാഹുൽ ഗാന്ധി എന്താണ് മുന്നോട്ട് പോകുന്നത് സാറിന്റെ അഭിപ്രായത്തില്? മുന്നോട്ട് വെക്കുന്നത് അതാണ് ബേസിക് ഞാൻ മനസ്സിലാക്കിയത്. മോഡിയെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഇഷ്യൂസ് രാഹുൽ ഗാന്ധിയുടെ ഇല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ഇല്ല. ഇവര് കറപ്ഷൻ എന്ന് പറയുമ്പോൾ, കോൺഗ്രസ് പാർട്ടി കറപ്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കറപ്റ്റഡാണ് കോൺഗ്രസ് പാർട്ടി. ഈ 11 വർഷം കൊണ്ട് മോദിയെ, അഡാനി ഇതൊക്കെ പറയുന്നല്ലാതെ ഇവരുടെ ഒരു തെളിവുമില്ല. ഇതൊക്കെ കാരണം നമ്മൾ ആലോചിക്കുമ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ UPA സർക്കാർ, മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ, അതിനകത്ത് എത്രമാത്രമാണ് കറപ്ഷൻ വന്നത്, അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുന്തവും ഇല്ല. ഇതിൻ്റെ അകത്ത് ഒന്നും നടന്നിട്ടില്ല. കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്, ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അപ്പം ആ ഒരു പ്രതീക്ഷയ്ക്ക് സമയത്ത് ഈ അൺഎംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട ആ ചെറുപ്പക്കാർക്ക്, ജോലിയില്ലാത്തവർക്കും അവരുടെ മനസ്സിലിരിക്കുന്നത്, എനിക്ക് മനസ്സിലായത് മോദിക്ക് ജോലി ഉണ്ടാക്കാൻ സാധിക്കുമോ, എംപ്ലോയ്മെന്റ് സർക്കാരിന് കോൺഗ്രസിനെ കൊണ്ട് പറ്റത്തില്ല, കാരണം മോദിയെ കൊണ്ടേ അത് പറ്റുള്ളൂ. അത് ആ ഒരു വിശ്വാസമാണ് മോദി. കാരണം മോദിയുടെ റെസ്പോൺസിബിലിറ്റി ഇനിയും കൂടുകയാണ്. കാരണം ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അജിറ്റേഷൻ ആണെങ്കിൽ എല്ലാം നടന്നേ, എന്നിട്ടും അവർ മോദിയെ അനുകൂലിക്കുന്നു. അത് ചെറിയ കാര്യമൊന്നും അല്ല. അതേപോലെ വോട്ട് ചോരി എന്ന് പറയുന്നത് നമ്മൾ വലിയ സംഭവമായിട്ട് ഞാനും അതിനെപ്പറ്റി പറഞ്ഞതാണ്. കാരണം പ്രസൻറ്റേഷനും പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡേറ്റ ഒക്കെ എടുത്തു. ഞാനും കണ്ടതാ
പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഇവർക്ക് പൂർണ്ണമായി, കാരണം ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ആൾക്കാർ കൂടുന്നുണ്ട്, റാലിയിൽ കൂടുന്നുണ്ട്, കൈ കാട്ടുന്നുണ്ട്, വെള്ളത്തിൽ ചാടുന്നുണ്ട്, മീൻ പിടിക്കാൻ പോകുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളുടെ വിശ്വാസം, കാരണം ജനങ്ങളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ. ആൾക്കാർ കൂടുന്നതും ഒരു ജനക്കൂട്ടം കൂടുതൽ അതിന് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട വിശ്വാസം വരണം. അതേപോലെ തന്നെ ഈ വലിയ വലിയ ഭയങ്കര ഫിഗർ 67 ലക്ഷം വോട്ട് മാറ്റി, ഇവിടെ 24 ലക്ഷം വോട്ട് മാറ്റി, ഇതിനൊന്നും ബേസിക്കലി ഇവര് ഡേറ്റ ആദ്യമൊക്കെ ഒരു കുഴപ്പമൊന്നുമില്ല, പിന്നീട് ഇതൊക്കെ വെറുതെ വായി തോന്നി വിളിച്ച് പറഞ്ഞു ഹൈഡ്രജൻ ബോംബ്, ന്യൂട്രജൻ ബോംബ്, ന്യൂക്ലിയർ ബോംബ്. സോ മനസ്സിലായില്ല, ഇതൊക്കെ ചുമ്മാതെ ആരുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതിനെപ്പറ്റി എനിക്കിത് ഒരു വളരെ ഇമ്മച്വേർഡാണ്. സാറ് കൂടുതലും ദേശീയ പൊളിറ്റിക്സ് ഇടപെട്ട് രാഹുൽ ഗാന്ധിയുമായിട്ട് ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് സാറിന് ഈ പയ്യന്റെ പ്രശ്നം എന്താണ്, ഇവൻ എന്താണ് ഇപ്പൊ എനിക്ക് കോൺഗ്രസ് പാർട്ടി ഇപ്പൊ നോക്കായി സാറ് ചിന്തിക്കുക. ഇപ്പൊ ജയറാം രമേശ് മാത്രമേ ഉള്ളൂ ഈ വാട്ടർ സെന്റർ നടന്നത്, വേറെ ആരുമില്ല. അതിന്റെ അപ്പുറം ഈ പാർട്ടി കൊഴിഞ്ഞു പോയോ? AICC അടച്ചു പൂട്ടിയോ? അവർ കൂടിച്ചെത്തുന്ന ആളായി. അല്ല, AICC കാരണം ബേസിക്കലി ഇത് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ കുടുംബമാണ്. ഇപ്പൊ ഇത്രമാത്രം എലക്ഷൻ, അതായത് ഈ കഴിഞ്ഞ 2014 മുതൽ 2025 വരെ 95 ഇലക്ഷനിലാണ് രാഹുൽ ഗാന്ധി തോറ്റിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി പല സ്റ്റേറ്റുകളും 95 ഇലക്ഷൻ. ഈ 95 ഇലക്ഷൻ തോറ്റിട്ട് പോലും ഇന്ന് വരെ അവനത് പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്തുകൊണ്ട് തോറ്റു അതിനെപ്പറ്റി പഠിക്കുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ ഭൂരിപക്ഷമായ ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്തൊരു വലിയ ഫീലിംഗ് ഉണ്ട്. കാരണം ഇന്ത്യ ഇത്രമാത്രം ദ്രോഹിക്കുന്ന ഈ ഗ്ലോബലായിട്ടുള്ള ഇസ്ലാമിക ടെററിസം, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും അവർ പോകുന്നു. ഇത് ക്വസ്റ്റ്യനായത് സോഫ്റ്റാണ്, ഇവർ ഹാർഡായിട്ടൊന്നും പറയുന്നില്ല. ഇതാണ് ഇന്ത്യയിലെ 90% ആളുകളുടെ എന്റെയൊക്കെ പ്രശ്നം വെച്ചാൽ ഇതാണ്. സോഫ്റ്റ് ആണ് കോൺഗ്രസ് ബയസ്ഡ് ആണ്. അവിടെയാണ് നമുക്ക് പ്രശ്നം. നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുകയാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും കാണുമ്പോൾ. കാരണം നാളെ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരെ ചലഞ്ച് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പൊ എന്താ പറഞ്ഞാൽ അവർ നമ്മൾ നാളെയും ഇന്ത്യ ആയി തുടരും, അല്ലെങ്കിൽ ഞങ്ങൾ ബയസ്ഡ് ആയിരിക്കില്ല, 10 വോട്ടിന് വേണ്ടി ഞങ്ങൾ ആരുടെ ബാഗും പൊക്കി പിടിച്ചുകൊണ്ട് പ്രിയങ്ക ഇവിടെ പാർലമെന്റിൽ പോകില്ല എന്ന് ഉറക്കെ പറയാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? കാരണം അതുകൊണ്ട് പാർലമെന്റിൽ കാണില്ല എന്ന് അറിയാം. വയനാട് അല്ലെങ്കിൽ എന്തുണ്ട് മണ്ഡലം, അതായത് പാലസ്റ്റീൻ്റെ സപ്പോർട്ട്, ഹമാസിന്റെ സപ്പോർട്ട്, മനസ്സിലായി. ഇതൊന്നും ബേസിക്കലി അതേപോലെ തന്നെ ഇപ്പൊ ഇന്ത്യയിൽ ഏത് ബോംബ് ഉണ്ടാക്കിയാലും അതിന്റെ പുറകിൽ ആരാന്ന് എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? ഇപ്പം ഈ ഇന്ത്യയിൽ ബോംബ് പൊട്ടിക്കഴിഞ്ഞാലും അതിനെ എതിർക്കുന്ന രീതിയിൽ BJPക്ക് പറ്റത്തുള്ളൂ. ഒരു കാര്യമുണ്ട്, ഈ UPA ഭരിച്ച സമയത്തും ഈ കഴിഞ്ഞ 10 വർഷം 11 വർഷം BJP ഭരിച്ച സമയത്തും ഞാൻ ഡൽഹി നിവാസിയാണ്, എനിക്കറിയാം. ഞാൻ മുംബൈയിൽ 2008 ഞാൻ മുംബൈയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. 2008 നവംബർ 26 ആദ്യം ഞാൻ TV കാണുകയായിരുന്നു. ആദ്യം ഇതൊരു ബോംബ്, 2 ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള ബോംബ് വെടിവെപ്പ് എന്ന് പറഞ്ഞു വന്നത്. ഞാനന്ന് ജോലിക്ക് പോയിട്ടില്ല, കാരണം പോലീസ് വണ്ടിയിൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മുംബൈ നിവാസികൾ അങ്ങനെയുള്ള വീട്ടിരുന്ന മുംബൈ മെട്രോയില് അന്ന് കയറുമ്പോൾ ഞാൻ ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ടാണ് കയറുന്നത് സംഭവിക്കില്ലെന്ന്. സാറിനെ പറ്റി അപ്പോൾ പറയൂ. അതേപോലെ തന്നെ ഡൽഹിക്കാരനായി ഞാൻ ഈ പണ്ട് 6-7 ബ്ലാസ്റ്റുകൾ ചിലത് നേരിട്ട് കാണുകയും അതേപോലെ തന്നെ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അതിനുശേഷം വലിയൊരു ഗ്യാപ്പിന് ശേഷം ഇപ്പോഴാണ് ഇതുണ്ടാവുന്നത്. ഞാനത് ഗവൺമെന്റിനെ കുറ്റം പറയില്ല, പക്ഷേ ഇന്റലിജൻസ് ഫെയിലിയർ തന്നെയാണ്. എന്തുകൊണ്ട് ഇതേപോലൊരു ആൾക്കാർ പോയി വിദേശത്തു നിന്ന് പണം കൊണ്ടുവരുന്നു, ടർക്കിയുമായിട്ടുള്ള ബന്ധം, എന്തുകൊണ്ട് നമുക്കത് മോണിറ്റർ ചെയ്യാൻ കഴിഞ്ഞില്ല? ലൂപ്പ് ഹോൾസ് ഉണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് ഗവൺമെന്റിനെ താറടിക്കാനൊന്നും ഞാൻ തയ്യാറല്ല ഈ കാര്യത്തിൽ. ഷാൽഗാമിലും ലൂപ്പ് ഹോൾസ് ഉണ്ട്. അത് സംഭവിച്ച കാരണം സെക്യൂരിറ്റി എന്ന് പറയുന്നത്, ടെററിസം എന്ന് പറയുന്നത് ബ്ലൈൻഡ് ആയിട്ട് അത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കരുത്. അത് കഴിഞ്ഞിട്ടില്ല, അത് കഴിയുകയുമില്ല. കാരണം ഇതിന് ഐഡിയോളജിക്കൽ ടോക്സിക് ആയിട്ട് റാഡിക്കൽ ഇസ്ലാമാണ് ഇതിൻ്റെ പുറകിലുള്ളത്.
അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ അടുത്തുള്ള അയൽവാസി രാജ്യങ്ങളുണ്ട്, ഗ്ലോബലായിട്ടുള്ള ഫണ്ടിങ് ഉണ്ട്. അതിനകത്ത് ഡോക്ടറിനാലും കൂലിപ്പണിക്കാരനാണെങ്കിലും സൈക്കിൾ റിക്ഷക്കാരനും അവരൊക്കെ ഇതിൻ്റെ പാർട്ടാകും. അതെ. അപ്പം അതുകൊണ്ട് ഇതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇതൊക്കെ എപ്പോഴും ഉണ്ടാകാം. പക്ഷേ അതിന് എതിരെ BJPക്ക് കഴിയത്തുള്ള റൈറ്റ് വിങ് പൊളിറ്റിക്സ്. അതാണ് മാറ്റർ ചെയ്യുന്നത്. കാരണം അവർക്കൊരു BJP നാഷണലിസം തന്നെയാണ്. അതെ അതെ, അതിനകത്ത് സംശയമൊന്നുമില്ല. അവരുടെ നാഷണലിസം തന്നെയാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോൺഗ്രസ് നാഷണലിസം വളരെയധികം പുറകിലാണ്. കാരണം അവർ അപ്പീസ്മെന്റ് പൊളിറ്റിക്സിൽ കോൺഗ്രസ് പാർട്ടി വളരെ മുന്നിൽ. അതിന്റെ പേരിലാണ് ഈ ഇലക്ഷൻ ഓരോന്നായിട്ട് തോക്കുന്നത്. അതാണ് എൻ്റെ റീസൺ. അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് ഭാഗമായിട്ടാണ് ഈ തോക്കുന്നത്, അല്ലാതെ വേറെ. ചോദ്യം എന്ന് പറയുന്നത് ഇനി അതായത് ഇപ്പൊ ഈ PR ഇലക്ഷൻ അവസാനിച്ചു, ഓക്കെ, ഇനി അടുത്ത ചങ്കിടിക്കാൻ പോകുന്നത് എന്റെ അഭിപ്രായത്തില് ഇതിന് ഏറ്റവും കൂടുതൽ ചങ്കിടിക്കാവുന്ന രാഹുൽ ഗാന്ധിക്കല്ല, മമതാ ബാനർജിക്ക് ആയിരിക്കും. സാറിന്റെ അഭിപ്രായം എന്താണ് ഇതിനെപ്പറ്റി? അല്ല, ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഇതിനകത്ത് എത്ര പേർക്ക് ഇനി കൂടെ നിൽക്കാൻ പറ്റുമെന്ന് സംശയം. അതെ, ഇനി ശരത് പവാറിന്റെ അവർ നിൽക്കുമെന്ന് അറിയത്തില്ല, മറ്റുള്ള ചെറുതും വലുതായ പൊളിറ്റിക്കൽ പാർട്ടി നിൽക്കുമെന്ന് അറിയത്തില്ല. കാരണം പ്രതീക്ഷയില്ലല്ലോ. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ഒരു കോൺഫെഡറേഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫോറം ഉണ്ടാക്കുന്നു. ഈ തോക്കുക മനസ്സിലായില്ല, ഭരണം വേണ്ടല്ലേ? അതേപോലെ തന്നെ ഇതിനകത്ത് നിൽക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ നിൽക്കുമെന്ന് അറിയത്തില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ മമതാ ബാനർജി ഇവർക്ക് BJPക്ക് ഭയമാവും. കാരണം അവരുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ അപ്പീസ്മെന്റും ഉണ്ട്, ടെററിസം ഉണ്ട്, ക്രോസ് ബോർഡർ ടെററിസം ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, എല്ലാം കൂടെ മിക്സ് പരുവത്തിലാക്കിയിട്ട് അവരൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യാൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബ്രേക്ക് ചെയ്യാൻ അവിടുത്തെ BJPക്ക് കഴിയത്തില്ല. കാരണം വലിയ പാട് നടക്കുന്ന. കാരണം എനിക്ക് ബംഗാൾ അറിയാവുന്നതുകൊണ്ടും ഈ പറയുന്ന ശാരദ നാരദ ഇഷ്യൂ അറിയാവുന്നതുകൊണ്ടും എനിക്കറിയാൻ ചോദിച്ചത്. അപ്പം അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ BJPയുടെ പ്രശ്നമുണ്ട്. ഈ BJPക്കകത്ത് വന്ന നേതാക്കളെല്ലാം TMC വന്നവർ. മമത 2 പ്രാവശ്യം പിടിച്ച് വരട്ടിയപ്പോൾ അവർ തിരിച്ച് TMC പോയി. എത്ര പേര് കാലമൊക്കെ സമ്മതിക്കില്ല BJPക്കാരെ. കാലല്ല, അവരെ എല്ലാ രീതിയിലും അവരുടെ ബിസിനസ്സും അതും ഇതും. ഈ ബംഗാൾ പൊളിറ്റിക്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാം കറപ്റ്റാണ്. അവർ എങ്ങനെ രീതിയിൽ പിടിക്കണമെന്ന് മമതയ്ക്ക് അറിയാം. ഏതൊക്കെ ഏജൻസികളെ വെച്ച് പിടിച്ചെടുത്ത് അകത്തിടുന്നതും മമതയ്ക്ക് ശരിക്കും അറിയാം. അതുകൊണ്ട് അത്ര സിമ്പിളായിട്ടൊന്നും അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഈ പറയവർക്കൊന്നും ഇൻട്രോട്സ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായ ഏകദേശം 100-ൽ പരം സീറ്റ് പിടിച്ചു BJP. ഇതൊക്കെ ഉണ്ടായി. പക്ഷേ ഇനി ഫർദർ പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മുഴുവനും ഈ പറയുന്ന വലിയ മാറ്റമുണ്ട്. ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന UPയിലും ബംഗാളിലും ഇപ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം അത്രയും സീറ്റ് കിട്ടിയപ്പോഴാണ് അവർക്ക് ഏകദേശം നല്ല ഭൂരിപക്ഷം ഈ ഗവൺമെൻറ് രണ്ടാമത്തെ മോദി സർക്കാർ കൊണ്ടുവന്നത്. ഇപ്രാവശ്യം അവിടെ നിന്ന് സീറ്റ് കുറഞ്ഞു, UPയിൽ നിന്ന് സീറ്റ് കുറഞ്ഞു, മഹാരാഷ്ട്രയിൽ നിന്ന് സീറ്റ് കുറഞ്ഞു. അതുകൊണ്ടാണ് 240 കയറി ടച്ച് ചെയ്തത്. അപ്പോൾ അതിന്റെ കാരണം ഇത്, അതായത് പാൻ ഇന്ത്യ തന്നെ നോക്കി അവർക്ക് മതി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. BJPക്ക് ജയിക്കാനായിട്ട് ഇന്ത്യയിലെ രാജസ്ഥാനും മധ്യപ്രദേശും ഗുജറാത്തും UP മാത്രം മതി, വേറെ ഒന്നും അവർക്ക് ഇഷ്യൂ കേസല്ല. അല്ല, പക്ഷെ അവർക്ക് ഒറ്റ കക്ഷിയായിട്ട് ഭൂരിപക്ഷം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ബംഗാൾ UPയിലാണെങ്കിൽ മുഴുവനും സ്വീപ്പ് ചെയ്യണം, അല്ലാതെ നടക്കത്തില്ല. കാരണം രാജസ്ഥാനിലെ പ്രാവശ്യം സീറ്റ് കുറഞ്ഞു, അതേപോലെ UP കുറഞ്ഞു. യുപിയിൽ ഒരു 2ാം സ്ഥാനത്ത് വന്നു. ബംഗാളിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു, മഹാരാഷ്ട്രയെ കുറഞ്ഞു. ഇതൊക്കെ മാറ്റർ ചെയ്യും. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് BJPക്ക് പകരം വെക്കാൻ ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവിന് ഇന്ത്യയിലെ ചെറുപ്പക്കാരെയും ഇന്നത്തെ ഇന്ത്യക്കാരെയും നയിക്കാൻ കഴിവുള്ള ഒരു നേതാവല്ല. ഒന്നാമത്തെ. രണ്ടാമത്തേത്, ഇന്ത്യയിലുള്ള ഇപ്പോഴത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ 18 മുതൽ 40-45 വയസ്സുള്ളവർക്ക് ഈ കുടുംബ രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനത്തോട് ഇഷ്ടമല്ല. മനസ്സിലായില്ലേ? എൻ്റെ അപ്പൂപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു, ചേനയുണ്ടായിരുന്നു, അതൊക്കെ പണ്ട്.
അവർക്കിപ്പോൾ ചായ അടിക്കുന്നവരാണെങ്കിലും ആരടിക്കുന്നവരാണെങ്കിലും അവരെ നേരെ കൺസേൺ ആയിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നടന്ന് അവരുടെ സെക്യൂരിറ്റിയും ഇന്ത്യയുടെ ഒരു പുതിയ പുരോഗതിയും പുതിയ ഇന്ത്യയും അത് പ്രതീക്ഷ കൊടുക്കുന്നവരെയാണ് അവർക്ക് താല്പര്യം. ഫ്രഷ് ഫേസിനാണ്. ഇപ്പൊ ഞാൻ ജെൻസ് എന്ന് പറയുന്ന പേര് ഇപ്പൊ ഈ 2000 ശേഷം ജനിച്ച ആളുകൾക്കൊന്നും ആരാണ് ജയം രമേശ്, ആരാണ് കൊടിക്കൽ സുരേഷ്, ആണ് കേസ് ആർക്കറിയാവോ? ഒരു കൂട്ടം കേരളം അവർക്ക് ഈ കേസ് എന്നൊക്കെ പറയുന്ന അവർ ഈ രാഘവൻ സംസാരിച്ച് പുറകിലിരുന്ന് ഊറിച്ചിരിക്കുന്ന ഊളകളെ പോലെയാണ് ഇവർക്ക് പോകുന്നവർക്ക് ഈ നോർത്ത് ഇന്ത്യൻസ് ഇല്ലേ. രാഘവൻ സംസാരിക്കുമ്പോൾ ഒന്നും കൂടെ കേരള നേതാക്കന്മാരെ പുറകെ പോയിരിക്കും. കാരണം ടിവിയുടെ ഫ്രെയിമിൽ വരുമല്ലോ, അതെ, അവിടെ കൊണ്ട് കൈയടിക്കും. കാരണം ഊളകളെ പോലെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം സാറേ, അതായത് ഫ്രഷ് ഫേസ് വന്നാൽ മാത്രമേ ഇനി ഒരു പ്രതിപക്ഷം ഉണ്ടാവും. രണ്ടാമത്തെ ചോദ്യം പറയുന്നു സാറിനോട്, നിതീഷ് കുമാർ അസ്തമിച്ചു. കാരണം എന്ത് പറയുക, ചാഞ്ചാട്ടം അങ്കിൾ നിതീഷ് കുമാർ ചാഞ്ചാട്ട വിദഗ്ധനാണ് അല്ലേ. എപ്പോ വേണമെങ്കിലും ചാടാം. അല്ല, ഇനിയും നിതീഷ് കുമാറിന് വരാൻ പോകുന്ന 5 വർഷം എവിടെയും ചാടാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ സീറ്റ് BJPക്കാണ്. അത് കഴിഞ്ഞ് നിതീഷിനാണ്. ഈ പറയുന്ന മഹാഗഠബന്ധനിലെ രണ്ടാമത്തെ പാർട്ടിയായ RJDക്ക് ഭയങ്കരമായിട്ട് 50ഓളം സീറ്റാണ് കുറഞ്ഞു പോയത്. സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി BJP ആണ്. 2ാം സ്ഥാനം നിതീഷാണ്. ഇനി അതുമല്ല, ഈ പറയുന്ന പോലെ പഴയ രീതിയിലുള്ള ചാട്ടവും കീട്ടവും ഒന്നും നടക്കത്തൊന്നുമില്ല. പ്രായം മാറ്റർ ചെയ്യും. പിന്നെ അത് അയാൾക്കും കുറച്ച് താല്പര്യങ്ങളുണ്ട്. പിന്നെ അയാളൊരു കറപ്റ്റഡ് അല്ല കേട്ടോ. അയാൾ കറപ്റ്റഡ് അല്ല. പിന്നെ അയാളുടെ ഭാര്യ മരിച്ചുപോയി. അയാളുടെ ഒരു മകനുണ്ട്. അത് ഇങ്ങനെ സ്വാമിയ കഞ്ചാവൊക്കെ അടിച്ച നേരത്തെ നടക്കുന്ന ഒരു കക്ഷിയാണ്. എനിക്ക് അവനെ അറിയാം. എനിക്ക് പേഴ്സണൽ പരിചയമുണ്ട്. കാരണം മക്കളെ കൊണ്ടും അവരെ ആക്കണമെന്ന് പുള്ളി താല്പര്യം. പുള്ളി ഭയങ്കര വൃത്തിയും ഒരു ബീഹാറിന്റെ കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര അയാളുടെ വീടും ടോയ്ലറ്റും ഒക്കെ ഭയങ്കര വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ്. കാരണം മറ്റേ പൊതുവെ ബീഹാറി കമ്മ്യൂണിറ്റി ഈ പറയുന്ന ഹൈജീനൊന്നുമല്ല. അവരുടെ വീടുകളാണെങ്കിലും നാട്ടിൽ പോയി കഴിഞ്ഞാലും അതിന് വ്യത്യസ്തമായിട്ട് വളരെ ഡിസിപ്ലിനാണ് ഇയാള്. പിന്നെ ഇയാൾ റെയിൽവേ മിനിസ്റ്റർ ആയ സമയത്താണ് റെയിൽവേ ലാഭം കൊണ്ടത്. അതിന്റെ പേര് അയാൾക്ക് കിട്ടിയതുള്ള ലാലുവിന്. പഴയ ഒരു സോഷ്യലിസ്റ്റ് ആ കൾച്ചറിൽ നിന്ന് വന്നൊരു നേതാവാണ്. ബീഹാറിനെ ശരിക്കും അറിയാം. അവിടുത്തെ കാസ്റ്റ് പൊളിറ്റിക്സ് അറിയാം. ആ കാസ്റ്റ് പുള്ളിക്ക് ഈ കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ കാസ്റ്റിന് ചെറിയ വോട്ടേ ഉള്ളൂ. പക്ഷെ ഇവിടെ സ്ത്രീകൾക്ക് ഈ പറയുന്ന നിതീഷുമായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം ഈ നിതീഷ് കുമാർ ഭരിച്ചിട്ട് സമയത്ത് ഇത്രയും നാളും ലോ ആൻഡ് ഓർഡർ പെർഫെക്റ്റ്. കാരണം നിനക്കറിയാം, എനിക്കറിയത്തില്ല, പാട്നയിലെയും ബീഹാറിലെയും ഗുണ്ടായിസം ഉണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന മുഴുവനും ജയിലിനകത്ത് കിടന്നുകൊണ്ടാണ് ബീഹാറിന്റെ SP ഭരിക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. കാരണം ആ ഒരു സംഭവം ഇയാൾ പൂർണ്ണമായിട്ട് നിർത്തി. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, വെൽഫെയർ സ്കീമുകൾ ഇഷ്ടം പോലെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്തു. ഇനിയും പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ സംഭവമുണ്ട് അൺഎംപ്ലോയ്മെന്റ്. എനിക്ക് വന്ന് വരാൻ പോകുന്ന 5 വർഷം അത് ഡീൽ ചെയ്യും. ബീഹാറിനെ മാറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം കേന്ദ്രത്തിലെ മോദി, അപ്പുറത്ത് നിതീഷ് വരുന്ന ബീഹാറിന് വലിയൊരു ചെയ്യും. പിന്നെ അവിടുത്തെ കാസ്റ്റിസം ഇല്ലാതാക്കണം. കാസ്റ്റ് ബേസ്ഡ് അർത്ഥമെറ്റിക്കലാണ് അവിടുത്തെ വോട്ടിംഗ് എന്ന് പറയുന്നത്. അതില്ലാതാക്കണം. കാരണം അത് ഭൂമിയാറെന്ന് പറഞ്ഞ ഒരു ഫ്യൂഡൽ ലാൻഡ് ലോഡ്സ് ഉണ്ട്. അവരുടെ ഒരു മേൽക്കോയ്മയുണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ അത് ഇയാൾ കൺട്രോൾ ചെയ്ത് ശരിക്കും. അതെ നിതീഷ് കുമാർ. കാരണം പണ്ട് അവരുടെ രൺബീർ സേന എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ട്രൈബ്സിനെ ഒക്കെ ഒത്തിരി കൊന്നിട്ട് ട്രൈബ്സിനെയും ബാക്ക്വേർഡ് ക്ലാസിനെയും വെടിവെച്ച് കൊന്നൊരു ഭയങ്കര സംഭവം ഇട്ടത്. അതൊക്കെ ഇല്ലാതാക്കി നക്സലൈറ്റിനെ തീർത്ത് ഇയാൾ. ബീഹാർ നക്സലൈറ്റിനെ തീർത്തു. അപ്പൊ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇയാളുടെ കൂടെ ഉള്ളവരെ മാഞ്ചി ആണെങ്കിലും മറ്റുള്ള ഘടകകക്ഷികളാണെങ്കിലും രാംവിലാസ് പാസ്വാന്റെ മോനാണെങ്കിലും അതൊരു ന്യൂ ഫേസ് ആണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടിൽ കൂടെ വീണ്ടും പോവുകയാണെങ്കിൽ ചിലപ്പം, കാരണം ഇയാൾ ശരിക്കും ഇൻഫ്രാസ്ട്രക്ചർ നല്ല ഡെവലപ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബീഹാർ പൂർണ്ണമായിട്ടും മാറാനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ്മെന്റ് മോദി വിചാരിച്ചാലും കൊണ്ടുവരാൻ സാധിക്കും. കാരണം അവിടെ ഒരൊറ്റ ഇൻഡസ്ട്രി ഇല്ല. ഒറ്റ ഇൻഡസ്ട്രി ഇല്ല. മാറിയ പോലെ ബീഹാർ മാറേണ്ടത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക്, ആഭ്യന്തര സുരക്ഷയ്ക്ക് മാത്രമല്ല. കാരണം ഒരുപാട് ക്രിമിനൽസുകൾ ഈ UP അല്ലെങ്കിൽ ബീഹാർ ഭാഗവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ ഗ്യാങ് ഒരുപാടുണ്ട്. UPയിലെ യോഗി മാറ്റിയില്ല. അത് യോഗിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അട്ടിച്ച് നാശമായി.
തൊലച്ച് പക്ഷെ ഇയാൾ കൺട്രോൾ ചെയ്തു. പക്ഷെ ചില സമയങ്ങളിൽ ഇയാൾക്ക് ചില കാര്യങ്ങളിനകത്ത് ജനാധിപത്യമില്ലേ, മറ്റ് അവരുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് പല ഇവരുമായിട്ടോ ഗ്യാങ്ങുമായിട്ടൊക്കെ ബന്ധമൊക്കെ ഉണ്ട്. എന്തായാലും എനിവേ നല്ല രീതിയിൽ BJP ബീഹാർ മാറട്ടെ. അതോടുകൂടി ഇന്ത്യക്ക് വലിയ മാറ്റം ഉണ്ടാകാൻ സാധിക്കും. ഏതായാലും മോദി ഒരു അൺഡിസ്പ്യൂട്ടബിൾ ലീഡറാണ്. അത് എമർജ് അല്ല, അത് സസ്റ്റെയിൻ ചെയ്ത് സ്റ്റേബിളായിട്ട് പോകുന്നു. അതേപോലെ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ, അതായത് റസ്റ്റ് ഇൻ പീസ്, ആ രീതിയിലോട്ട് രാഹുൽ ഗാന്ധിക്ക് വരാൻ പോവുകയാണ്. അത് പോവുക, ആ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി നശിക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. എനിവേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.